ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ അരി ആട്ടുന്ന രീതിയാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ 8 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. പച്ചരി നന്നായിട്ട് കഴുകി നല്ല 5-6 വെള്ളത്തിൽ കഴുകണം. ആ അഴുക്കെല്ലാം പോയി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ട് അത് കുറച്ച് ജാറിനകത്ത് ഇടണം. കുറച്ച് പച്ചരിയും അതിനാവശ്യത്തിന് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് ഈ അടിച്ച് വെച്ചതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ആ മാവ് ഒരു പാത്രത്തിൽ കോരി ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, ഏകദേശം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ നന്നായിട്ട് ഇളക്കണം. കൈ വിടാതെ നല്ല പോലെ ഇളക്കുമ്പം നല്ല കട്ടിക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പം വരത്തില്ലേ, അതേപോലെ കിട്ടും. ഇതിനെയാണ് കപ്പി കാച്ചുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതപ്പോൾ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം നമ്മൾ ബാക്കി പച്ചരിയും കൂടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് കൂട്ടത്തിൽ ഒരു തവി ചോറും പിന്നെ നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന കുറച്ച് തേങ്ങ മതിയേ, കുറച്ച് തേങ്ങയും പിന്നെ ഈ കപ്പി കാച്ചി വെച്ചതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആട്ടി വെച്ച ഈ മാവും കൂടെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നമ്മൾ ഇത് ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഞാൻ അരി ആട്ടി വെച്ച് സന്ധ്യയ്ക്കാണ്. പിറ്റേ ദിവസം രാവിലെ ഇതാ തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ പുളിച്ചിട്ടുണ്ട്. ആ പുളിച്ച സ്മെല്ലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ തവി കൊണ്ട് കോരുമ്പോൾ തന്നെ കണ്ടോ എന്താ ഒരു ഭംഗി, വാവ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് സോഡാപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ ചുറ്റിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് അപ്പത്തിൻ്റെ ഫോട്ടോ. അപ്പോൾ ബായ്.